നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ലോകകപ്പ് ഫുട്ബോളിന് മൂവാറ്റുപുഴയിലും ആവേശകരമായ അന്ത്യം. മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് ടൗൺ ഹാളിൽ ഒരുക്കിയ വലിയ സ്ക്രീനിൽ മത്സരത്തിന്റെ പ്രദർശനം കാണാനെത്തിയത് നൂറുകണക്കിന് ആരാധകർ. മൂവാറ്റുപുഴ ചെസ് ക്ലബ്ബ് 1ാം വാർഷികവും ഇന്റർനാഷണൽ ചെസ് ഡേ ആഘോഷവും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. മാനാറി ഭാവന ലൈബ്രറി പാണപ്പാട്ട് മുരളീധരൻ നായർ എൻഡോമെന്റ് വിതരണവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. പരീക്ഷയിൽ ഫുൾ A+ നേടിയവർക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും വിതരണം ചെയ്തു. ACC പൈനാപ്പിൾ ലോൺ നിർത്തലാക്കുന്നില്ലെന്ന് SBI അധികൃതർ. SBI ഉന്നത ഉദ്യോഗസ്ഥരുടെയും അസോസിയേഷൻ ഭാരവാഹികളുടെയും സംയുക്ത യോഗം നടത്തി. S ജാനകി അനുസ്മരിച്ച ധ്വനി പബ്ലിക് ലൈബ്രറി അനുസ്മരണ പ്രഭാഷണം നടത്തി എഴുത്തുകാരി രേഖ ജോൺ. വാർത്തകൾ വിശദമായി. ലോകകപ്പ് ഫുട്ബോളിന് മൂവാറ്റുപുഴയിലും ആവേശകരമായ അന്ത്യം. മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് ടൗൺ ഹാളിൽ ഒരുക്കിയ വലിയ സ്ക്രീനിൽ മത്സരത്തിന്റെ പ്രദർശനം കാണാൻ നൂറുകണക്കിന് ആരാധകരാണ് എത്തിയത്. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് പന്തുരുണ്ടത് ന്യൂജേഴ്സിയിലാണെങ്കിലും മൂവാറ്റുപുഴയിലും ആവേശത്തിന് ഒട്ടും കുറവുണ്ടായില്ല. രാത്രിയെ പകലാക്കിയും ഇരുട്ടിനെ പ്രകാശമാക്കിയും നാടൊന്നാകെ നെഞ്ചേറ്റിയ കാൽപന്താട്ടത്തിന് മൂവാറ്റുപുഴയിലും ആവേശകരമായ അന്ത്യം. ഞായറാഴ്ച ആഘോഷ ആഹ്ലാദ പരിപാടികളും വാഹന റാലികളുമായി ഇരു ടീമിന്റെ ആരാധകരും രാവിലെ തന്നെ നിരത്തിലിറങ്ങിയിരുന്നു. അർജന്റീനയുടെ വെള്ളയും നീലയും കലർന്ന കുപ്പായമിട്ടും സ്പെയിനിന്റെ ചുവന്ന കുപ്പായമണിഞ്ഞും വാശിയേറിയ പോരാട്ടത്തിന്റെ വരവറിയിച്ചു. ടൗൺ ഹാളിൽ മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് ഒരുക്കിയ വലിയ സ്ക്രീനിലെ മത്സരത്തിന്റെ പ്രദർശനം കാണാൻ നൂറുകണക്കിന് ആരാധകരാണ് ഇരു ടീമിനും പിന്തുണയുമായി എത്തിയത്. നൂറുകണക്കിന് കായിക പ്രേമികളാണ് മൂവാറ്റുപുഴയിലെത്തിയത്. ഒപ്പം ഡീൻ കുര്യാക്കോസ് MP, നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവരും പ്രദർശനം കാണാനെത്തിയിരുന്നു. ഈ നാടിന്റെ ഒരു വലിയ പാരമ്പര്യവും സംസ്കാരവും മൂവാറ്റുപുഴ എന്ന് പറയുന്നത് ഫുട്ബോളിന്റെ പെരുമയുടെ നാടാണ്. അതിനെ ഉച്ചസ്ഥായിലെത്തിക്കാൻ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് 2026 കഴിഞ്ഞു എന്നതിൽ സംശയമില്ല. ഇവിടെ അതിവിപുലമായ സൗകര്യങ്ങളാണ് ഈ ടൗൺ ഹാൾ മൈതാനിയിൽ ഫുട്ബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചെയ്തിട്ടുള്ളത്. നഗരസഭയ്ക്ക് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇക്കാലം മുതൽ കഴിഞ്ഞ 1.5 മാസക്കാലമായി ഫുട്ബോൾ ആസ്വദിച്ച് നമ്മളിപ്പോൾ ഫൈനൽ മത്സരത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ അന്തിമ മത്സരത്തിൽ നമ്മുടെ ടീം വിജയിക്കും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട എന്ന് വെച്ചാൽ ഫുട്ബോൾ രാജാവ് എന്ന് വിളിക്കുന്ന നമ്മളെല്ലാവരും നെഞ്ചിൽ ആരാധിക്കുന്ന മെസ്സിക്ക് വേണ്ടി നിങ്ങളുടെ ഈ ആവേശം കാണുമ്പോഴല്ലോ എന്റെ സന്തോഷം. ഇതാണ് മൂവാറ്റുപുഴയുടെ ആവേശം. ഹലോ മൂവാറ്റുപുഴ, ഹലോ മൂവാറ്റുപുഴ. യെസ്, ഈ ഒരു സ്പിരിറ്റ് കാണുമ്പോൾ ഒത്തിരി സന്തോഷം. ഈ ഒരു ആവേശത്തിന് വേണ്ടി വേദി ഒരുക്കുവാനായിട്ട് നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നതിൽ ഒത്തിരി സന്തോഷം. അതിലൊക്കെ ഉപരിയായി ഈ ഒരു ഫുട്ബോൾ ക്ലബ്ബ് മൂവാറ്റുപുഴയുടെ ഫുട്ബോൾ ക്ലബ്ബ് മൂവാറ്റുപുഴയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനമാണ്. മത്സരശേഷം നടന്ന വിജയാഘോഷങ്ങളിലും ആവേശം അലയടിച്ചു. ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാൻ നഗരത്തിൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനിതാ പോലീസിനെയും നഗരത്തിൽ വിന്യസിച്ചിരുന്നു. മൂവാറ്റുപുഴ ചെസ് ക്ലബിന്റെ 1ാം വാർഷികവും ഇന്റർനാഷണൽ ചെസ് ഡേ ആഘോഷവും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ചെസ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ചെസ് കളിക്കാരുടെ കൂട്ടായ്മയായ മൂവാറ്റുപുഴ ചെസ് ക്ലബിന്റെ 1ാം വാർഷികവും ഇന്റർനാഷണൽ ചെസ് ഡേ ആഘോഷവും സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ ചെസ് ക്ലബ്ബ്. മൂവാറ്റുപുഴ തക്ഷ ആർക്കിടെക്ട്സിൽ നടത്തിയ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. വേൾഡ് ചെസ് ചാമ്പ്യൻ 2024 അദ്ദേഹം ഒരു വലിയ നേട്ടം കൈവരിക്കുമ്പോൾ 2024 അദ്ദേഹത്തിന്റെ വയസ്സെന്ന് പറയുന്നത് 18 വയസ്സാണ്. വളരെ ചെറുപ്പം മുതൽ ചെസ്സിനോട് വളരെയധികം അഭികാമ്യം പുലർത്തിയ അദ്ദേഹം അത് വലിയ നേട്ടം നേടിയിട്ട് 18ാമത്തെ വയസ്സിലെ കൊച്ചു പയ്യനാണ്. അവൻ ആ വലിയ നേട്ടം നേടി. ഡിക്ലെയർ എന്ന് പറയുന്ന ആള് ചെസ്സിൽ അയാളെ വെല്ലാൻ മറ്റൊരാളില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഒരു വീക്ഷണത്തോടു കൂടി അത്രയധികം കടന്ന ആത്മവിശ്വാസത്തോടെ നിന്നപ്പോ അവന്റെ ആത്മവിശ്വാസത്തെ പോലും തകർത്തുകൊണ്ടാണ് ഈ കൊച്ചു പയ്യൻ ഒരു 18 വയസ്സുകാരൻ വലിയൊരു നേട്ടത്തിന്റെ ഔന്നതിയിലേക്ക് എത്തി നിൽക്കാം. ഈ സമയത്ത് ലോകം ശ്രദ്ധിച്ചത് അവനെ കഴിഞ്ഞും കൂടുതൽ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചത് അവന്റെ അമ്മയായിരുന്നു.
കണ്ണു നിറഞ്ഞുകൊണ്ട് നിന്ന അവന്റെ അമ്മയുടെ മുഖമായിരുന്നു മാധ്യമങ്ങൾ കൂടുതലും ഒപ്പിയെടുത്തത്. പിന്നീടുള്ള ഇന്റർവ്യൂസിലൊക്കെ അവന്റെ അമ്മയെ എപ്പോഴും കാണാറുണ്ടായിരുന്നു. ചടങ്ങിൽ ദേശീയ, സംസ്ഥാന, ജില്ലാ തലങ്ങളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെയും മുതിർന്ന ചെസ് താരങ്ങളെയും ആദരിച്ചു. തുടർന്ന് നടന്ന റാപ്പിഡ് ചെസ് ടൂർണമെന്റിൽ മിലാൻ സിൽജു ചാമ്പ്യനായി. ക്ലബ്ബ് പ്രസിഡന്റ് ബിനീഷ് കോട്ടമുറിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി സുമോദ് ഗോപി, കമ്മിറ്റി അംഗങ്ങൾ, ചെസ് പരിശീലകർ, വിവിധ പ്രായത്തിലുള്ള ചെസ് കളിക്കാർ എന്നിവർ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. NCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കുട്ടമ്പുഴ ടൗണിനോട് ചേർന്നൊഴുകുന്ന പൊടിയിൽ കാട്ടാനകളുടെ നീരാട്ട്. അപൂർവ കാഴ്ച കാണാൻ സഞ്ചാരികളുടെ തിരക്കാണെങ്കിലും ആനകൾ കൂട്ടമായി എത്തുന്നത് നാട്ടുകാരിൽ ആശങ്കയും വർദ്ധിപ്പിക്കുന്നു. കുട്ടമ്പുഴ ടൗണിനോട് ചേർന്നൊഴുകുന്ന പുഴയിൽ കാട്ടാനകളുടെ നീരാട്ട്. 15ഓളം കാട്ടാനകളാണ് കൂട്ടമായി തിങ്കളാഴ്ച രാവിലെ പുഴയിലിറങ്ങി നീരാടുകയും ഭക്ഷണം തേടുകയും ചെയ്തത്. ഈ കാഴ്ച കാണാൻ നാട്ടുകാരും വഴിയാത്രക്കാരും തടിച്ചുകൂടി. പുഴയിലിറങ്ങിയ കൊമ്പനും പിടിയും കുട്ടികളും ഉൾപ്പെടെയുള്ള ആനകൾ ഏറെ നേരം വെള്ളത്തിൽ കുളിക്കുകയും കളിക്കുകയും ചെയ്തു. ആനകൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരിനം പായൽ ഇവിടെ ധാരാളമായി ഉള്ളതിനാലാണ് ഇവ പതിവായി ഈ ഭാഗത്തേക്ക് എത്തുന്നതെന്നാണ് നാട്ടുകാരുടെ വിലയിരുത്തൽ. ആനകൾ എങ്ങനെ കൂട്ടമായി എത്തുന്നത് കാണാൻ മനോഹരമാണെങ്കിലും അവ ഏത് സമയത്തും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമോ എന്ന ഭയമാണ് നാട്ടുകാർക്കുള്ളത്. അതുകൊണ്ട് ഓരോ തവണയും ആനകൾ എത്തുമ്പോൾ നെഞ്ചിരിപ്പോടെയാണ് തങ്ങൾ കഴിയുന്നതെന്ന് നാട്ടുകാരനായ മുരളി കുട്ടമ്പുഴ പറഞ്ഞു. പുഴയിലെ പായലുകൾ, ശ്രേഷ്ഠമായ പായലുകൾ, രുചികരമായ പായൽ വാരി കഴിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് കാട്ടാനകൾ എത്തുന്നത്. പക്ഷേ ഇങ്ങനെ എത്തുമ്പോൾ പോലും മനോഹരമായ കാഴ്ചയാണ്. വിദേശത്തു നിന്ന് പോലും ആളുകൾ ഇത് പകർത്തുന്നതിന് എത്തുന്നുണ്ട്, മാധ്യമങ്ങൾ എത്തുന്നുണ്ട്. ഒക്കെ ആണെങ്കിൽ പോലും നാട്ടുകാരുടെ ഒരു നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നുണ്ട്. ഇതിനിടയിൽ കാഴ്ചകൾക്കിടയിലൂടെ ഈ ആനകൾ ഒട്ടേറെ നഷ്ടങ്ങളും ഭീഷണികളുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആനകൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിൽ സർക്കാരും വനം വകുപ്പും ഒക്കെ ശക്തമായി ഇടപെടേണ്ടത് സാഹചര്യം കൂടിയുണ്ട്. കാട്ടാനകളുടെ കാഴ്ചകൾ അങ്ങനെ കൂടുന്തോറും, അല്ലെങ്കിൽ അവർ കാഴ്ചവട്ടത്തിൽ കൂടുതൽ എത്തും തോറും കാർഷിക വിളകൾക്ക് ഉണ്ടാകുന്ന നഷ്ടവും, അതുപോലെ തന്നെ ഈ അടുത്തിടെ ഒട്ടേറെ ആളുകൾക്ക് ജീവൻഹാനി തന്നെ സംഭവിച്ചിട്ടുണ്ട് കാട്ടാനകൾ കൊണ്ട്. കാട്ടാനകൾ കൂടുതലായിട്ട് എത്തുന്നതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു സംരക്ഷണ ചുമതല, അല്ലെങ്കിൽ ഇതിന്റെ പാർശ്വ പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ച് നടപടി കൂടി എടുക്കേണ്ടതാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ടൗണിൽ നിൽക്കുന്നവർക്കും ഈ അപൂർവ കാഴ്ച നേരിൽ കാണാൻ കഴിയുന്നതിനാൽ ധാരാളം വഴിയാത്രക്കാരും വിനോദസഞ്ചാരികളും നാട്ടുകാർക്കൊപ്പം മൊബൈൽ ഫോണുകളിൽ ദൃശ്യങ്ങൾ പകർത്താൻ തടിച്ചുകൂടി. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് രാമായണ മാസത്തിന്റെ സാമൂഹ്യ ദർശനം എന്ന വിഷയത്തിൽ വൈചാരിക സദസ്സ് സംഘടിപ്പിച്ചു. ബാലഗോകുലം സംസ്ഥാന സമിതി അംഗം ഗിരീഷ് ചിത്രശാല സമഗ്രമായി വിഷയാവതരണം നടത്തി. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് പഞ്ചപരിവർത്തനത്തിന്റെ ഭാഗമായുള്ള കുടുംബ പ്രബോധൻ കുന്നത്തുനാട് ഖണ്ഡിന്റെ ആഭിമുഖ്യത്തിൽ പട്ടിമറ്റം പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ രാമായണത്തിന്റെ സാമൂഹ്യ ദർശനം എന്ന വിഷയത്തിൽ വൈചാരിക സദസ്സ് നടത്തി. സുരേഷ് എന്നും ആമുഖ പ്രഭാഷണം നടത്തിയ ചടങ്ങിൽ ബാലഗോകുലം സംസ്ഥാന സമിതി അംഗം ഗിരീഷ് ചിത്രശാല സമഗ്രമായി വിഷയാവതരണം നടത്തി. ഗുരുവായൂർ 5 വർഷം ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് വിഷ്ണു ധർമ്മോത്തര പുരാണം പഠിക്കാനുണ്ടായി. ഈ വിഷ്ണു ധർമ്മോത്തര പുരാണത്തിൽ 1500 വർഷം പഴക്കമുള്ള ഒരു മഹാഗ്രന്ഥമാണ്. അതിലൊരു 4 വരി ശ്ലോകമുണ്ട്. യഥാ സുമേരു പ്രവരോന്നഗാന യഥാന്തജാതം ഗരുഡപ്രധാന യഥാ നരാണാം പ്രവരക്ഷിതീശ സ്തഥാ കലാന മിക ചിത്രകൽപ്പ. അതായത് പർവ്വതങ്ങളിൽ സുമേരു പർവ്വതം പോലെയും. പ്രൊഫഷണൽ മ്യൂറൽ ആർട്ടിസ്റ്റ് VP രാജേന്ദ്രൻ കർത്ത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുന്നത്തുനാട് സംഘചാലക് TP രഘുനാഥ്, സ്വർണ്ണത്തുമന നാരായണൻ നമ്പൂതിരി, രാജേഷ് എന്നിവർ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മാനാടി ഭാവന ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പാണപ്പാട്ട് മുരളീധരൻ നായർ എൻഡോവ്മെന്റ് വിതരണവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ശാലിനി ഷാജി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് KN രാജമോഹനൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി CK ഉണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി.
+2 പരീക്ഷയിൽ ഫുൾ A+ നേടിയവർക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും പാണപ്പാട്ട് കൺവെൻഷൻ സെന്റർ ഡയറക്ടർ PS മോഹനൻ സമ്മാനിച്ചു. ACC പൈനാപ്പിൾ ലോൺ നിർത്തലാക്കുന്നില്ലെന്നും നിലവിലെ ഉപഭോക്താക്കൾക്ക് ആശങ്ക വേണ്ടെന്നും SBI അധികൃതർ. ACC പൈനാപ്പിൾ ലോൺ നിർത്തലാക്കുന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളെ തുടർന്നാണ് SBI ഉന്നത ഉദ്യോഗസ്ഥരുടെയും അസോസിയേഷൻ ഭാരവാഹികളുടെയും സംയുക്ത യോഗം നടത്തിയത്. ACC പൈനാപ്പിൾ ലോൺ നിർത്തലാക്കുന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളുടെ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നതിനായി ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷൻ ഓഫീസിൽ SBI ഉന്നത ഉദ്യോഗസ്ഥരുടെയും അസോസിയേഷൻ ഭാരവാഹികളുടെയും സംയുക്ത യോഗം നടത്തി. നിലവിലുള്ള ACC പൈനാപ്പിൾ വായ്പകൾ നിർത്തലാക്കുന്നില്ലെന്നും നിലവിലുള്ള വായ്പകൾക്ക് അനുവദിച്ചിട്ടുള്ള 5 വർഷത്തെ കാലാവധി പൂർത്തിയാകുമ്പോൾ മാത്രമാണ് KSR കിസാൻ സമൃദ്ധി പദ്ധതിയിലേക്ക് മാറ്റുന്നത്. അതിനാൽ നിലവിലുള്ള വായ്പ ഉടൻ അവസാനിപ്പിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുന്ന സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. മികച്ച രീതിയിൽ വായ്പാ തിരിച്ചടവ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് നിലവിലുള്ള പലിശ നിരക്കിനേക്കാൾ കുറഞ്ഞ പലിശയിൽ വായ്പ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ടാകുമെന്നും പൈനാപ്പിൾ കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നും ബാങ്ക് അധികൃതർ വിശദീകരിച്ചു. ACC പൈനാപ്പിൾ എന്ന പ്രോജക്റ്റിന് ആ നിലവിലുള്ള ലോണുകൾക്ക് അതേ പെർസെൻറ്റേജ്, അതേ ശതമാനം, അതേ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 5 വർഷം കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ടും പൈസ അടച്ച് പുതുക്കണമെന്നുള്ള വ്യവസ്ഥയില്ല. നമ്മൾ 5 വർഷം കഴിയുമ്പോൾ പുതിയൊരു സ്കീമിലേക്ക് മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. KSR എന്ന് പറയുന്ന ഒരു സ്കീമിലേക്ക് ഈ ACC പൈനാപ്പിൾ 5 വർഷം കഴിയുമ്പോൾ മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരും. അതിനകത്ത് ഒന്നിച്ച് പൈസ ഉണ്ടാക്കി അടയ്ക്കേണ്ട ഒരു വിഷയമില്ല. അത് ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്കിൻ്റെ ഔദ്യോഗികമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഇതിന് ലോൺ എടുത്തിരിക്കുന്ന ആളുകൾ ഒരിക്കലും അത് പൈസ ഒന്നിച്ചടയ്ക്കേണ്ട ഒരു സാധ്യത ഇല്ല എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൈനാപ്പിൾ കർഷകർക്കോ പൈനാപ്പിൾ വ്യാപാരികൾക്കോ ഉണ്ടായിട്ടുള്ള ആശങ്കകൾക്ക് ഒരു അടിസ്ഥാനവുമില്ല. യോഗത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഗ്രി ബിസിനസ് യൂണിറ്റ് ലോക്കൽ ഹെഡ് ഓഫീസ് തിരുവനന്തപുരം അസിസ്റ്റന്റ് ജനറൽ മാനേജർ പ്രതീഷ് VB, അഗ്രികൾച്ചർ സെൻട്രലൈസ്ഡ് പ്രോസസിംഗ് സെന്റർ എറണാകുളം ചീഫ് മാനേജർ സത്യൻ KP, SBI ജനറൽ മാനേജർ വിനോദ് J, റീജിയണൽ ഓഫീസ് മൂവാറ്റുപുഴ ചീഫ് മാനേജർ ശാലിനി ശശിധരൻ, വാഴക്കുളം ബ്രാഞ്ച് മാനേജർ മുകേഷ് മോഹൻ, ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ, വാഴക്കുളം പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി MD ജോസ് വർഗീസ്, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജിമ്മി തോമസ്, ജോയിന്റ് സെക്രട്ടറി ഷൈജി ജോസഫ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജെയ്സൺ ജോസ്, ഫ്രാൻസിസ് PV എന്നിവർ പങ്കെടുത്തു. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ എക്കാലത്തെയും മികച്ച പിന്നണി ഗായികമാരിൽ ഒരാളായിരുന്ന S ജാനകിയെ ധ്വനി പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. എഴുത്തുകാരി രേഖ ജോൺ അനുസ്മരണ പ്രഭാഷണം നടത്തി. യോഗത്തിൽ ലൈബ്രറി പ്രസിഡന്റ് മിനിമോൾ രാജീവ് അധ്യക്ഷത വഹിച്ചു. പെരുമ്പാവൂർ നഗരസഭാ ജീവനക്കാരിയും ഗായികയുമായ നിഷ അനിൽകുമാർ, കാർത്തിക BS എന്നിവർ S ജാനകിയുടെ പ്രശസ്ത ഗാനങ്ങൾ ആലപിച്ചു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ റാക്കാട് വടക്കുംപുറത്ത് VU ഉലഹന്നാൻ 75 നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 റാക്കാട് സെന്റ് മേരീസ് ജേക്കബറ്റ് സിറിയൻ കത്തീഡ്രൽ നേർച്ചപ്പള്ളിയിൽ നടത്തപ്പെടും. ഭാര്യ മോളി കടാതി അയ്യപ്പള്ളിൽ കുടുംബാംഗം. മക്കൾ ലിജി ബെന്നി, എൽദോ വി ജോൺ, ആര്യ വി ജോൺ. മരുമക്കൾ ബെന്നി, സിമി, ജിനീഷ്. തൃക്ക വാഴപ്പള്ളി വടക്കേത്തോട്ടത്തിൽ VC സഹദേവൻ നായർ 74 നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച 1:30 മൂവാറ്റുപുഴ നഗരസഭ ശ്മശാനത്തിൽ. പരേതൻ റിട്ടയർഡ് അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസറാണ്. മക്കൾ സുധി, സുമ, മരുമക്കൾ ദീപ, സുമിത്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.